ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിതാ ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നത്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ വെള്ളിയാഴ്ച എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയെന്നേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഹൈദരാബാദി ബിരിയാണീൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ നമ്മൾ ഇന്ന് പുറത്ത് പോയിനു, അപ്പോൾ കുറച്ച് വീഡിയോസും ഫോട്ടോസെല്ലാം എടുത്തിനു. അപ്പോൾ അതും ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ആദ്യം തന്നെ നമുക്ക് ഹൈദരാബാദി ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 4 ഉള്ളിയാണ് എടുത്തത്. 4 ഉള്ളി നീളത്തിൽ നേരിയതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ ചൂടാന് ശേഷം ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഉള്ളി ഇടാൻ നല്ല ബ്രൗൺ കളറാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. പിന്നെ ഉള്ളി ഫ്രൈ ചെയ്യുന്ന സമയത്ത് തീ കൂട്ടി കൊടുക്കരുത്, അന്നേരം പിന്നെ ഉള്ളി കരിഞ്ഞു പോയാൽ ആ ഒരു ക്രിസ്പി കിട്ടൂല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിതാ ഉള്ളിയുടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്രിസ്പായിട്ട് കിട്ടണം നമുക്ക്. പിന്നെ ഇത് ഞാനിപ്പോൾ 4 ഉള്ളി എടുത്തതെന്ന് വെച്ചാൽ ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കണം, മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കണം, പിന്നെ അതുപോലെ തന്നെ ദം ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ 4 ഉള്ളി എടുത്തത്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1 കിലോ ചിക്കനാണ് എടുത്തത്. ഈ ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പുളിനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ട 1/2 ടീസ്പൂൺ ഏലക്കായ് പൗഡർ, പിന്നെ അതുപോലെ തന്നെ 4 ചെറിയ കഷ്ണം പട്ട, ഒരു ടീസ്പൂൺ ജീരകം, പിന്നെ 4 ഗ്രാമ്പു 4 ഏലക്കായ ഇതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മല്ലിച്ചപ്പ് പുതിനച്ചപ്പ്, ഞാനിവിടെ ചെറുങ്ങനെ മല്ലിച്ചപ്പും പുതിനച്ചപ്പും മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ പിടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 5 പച്ചമുളക് ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ വേണ്ടത് പൊരിച്ച ഉള്ളി. ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് മാറ്റി വെക്കാം, എന്നിട്ട് ബാക്കിയുള്ള ഉള്ളിയെല്ലാം നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പൊടിച്ചിട്ട് കൈകൊണ്ട് നല്ലോണം പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഉള്ളി പൊരിച്ച ഓയിൽ തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 കപ്പിനടുത്ത് ഒഴിച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് പാല് ഞാൻ 1/2 കപ്പ് പാലിൽ കുറച്ച് സാഫ്രോൺ ഇട്ടിട്ട് വെച്ചതാണ്. ഇതിൽ വേറെ കളറൊന്നും ചേർത്തിട്ടില്ല, സാഫ്രോണിൻ്റെ കളറാണ്. അതും ഇതിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഇനി ഇതൊരു 2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമ്മളിപ്പോൾ ഇത് തലേന്ന് ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുന്നതാണെങ്കിൽ അത്രയും നല്ലോണം മസാല പിടിച്ചിട്ട് വെട്ടാം. അപ്പോൾ നിങ്ങൾ മിനിമം 2 മണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്കാണ് മാറ്റി വെക്കുന്നത്. ഇനി 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അരി ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഞാനിതാ 1 കിലോ അരിയാണ് എടുത്തത്. ഞാൻ ഈ ഒരു കപ്പ് വെച്ചിട്ട് 5 കപ്പ് അരിയാണ് എടുത്തത്. ഇനി നമുക്ക് ഈ അരി ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് 1/2 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിത് അരിയുടെ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെള്ളം വെക്കാം. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷമാണ് ഞാൻ അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഞാനിത് അരി വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 2 ബേ ലീഫും പിന്നെ ഒരു 3-4 ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പു 4 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു പുളിനാരങ്ങൻ്റെ നീരും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് പുതിനച്ചപ്പുമാണ്, അതും ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുക. വെള്ളം വാർത്തിയെടുത്ത അരിയാണിത്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സാക്കിയതിന് ശേഷം ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് കൂടുതൽ വേവിക്കരുത് കേട്ടോ. നമ്മൾ ഇപ്പം ഫ്രൈഡ് റൈസിനെല്ലാണെങ്കിൽ ഒരു 3/4 വേവില്ലല്ലോ നമ്മൾ അരി വേവിച്ചെടുക്കുന്നത്. ഇത് അത്രയും വേണ്ട. ഇത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിതാ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ നല്ല അരിപ്പ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ഊറ്റിയെടുത്തതിന് ശേഷം ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടുതൽ വെന്ത് വരരുത്, ഒന്നങ്ങ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ബാക്കി ഫുള്ളായിട്ട് ഇതിൻ്റെ തന്നെ അങ്ങ് വെന്തോളൂ കേട്ടോ. ഇനി നമ്മൾ ഈ ദമ്മിൻ്റെ എല്ലാ സെറ്റപ്പും കാര്യങ്ങളെല്ലാം ആക്കിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം കൊടുത്തിട്ട് ഈ ചോറും ചിക്കനും എല്ലാം ഒന്നിച്ചിട്ട് വേകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കും, എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ ചോറ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അതിന് നമുക്ക് ദമ്മ് ചെയ്യണമല്ലോ, ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതാ ആദ്യം തന്നെ പിന്നെ ഈ ചോറിൻ്റെ മേലെ ഞാൻ അരക്കപ്പ് പാലിൽ കുറച്ച് യെല്ലോ ഫുഡ് കളറും പിന്നെ അതുപോലെ തന്നെ സാഫ്രോണും ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മല്ലിച്ചപ്പ് പുതിനച്ചപ്പ് ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ ഞാൻ മാറ്റി വെച്ച പൊരിച്ച ഉള്ളി അതും ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇതാ കുറച്ച് ഞാൻ ആർക്കജിയും കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 3 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ മതി, അതിൽ കൂടണ്ട. നിങ്ങൾക്ക് അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ലോണം കവർ ചെയ്തെടുക്കുക. ഇതുപോലെ നല്ലോണം കവർ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാൻ ഒന്ന് കറക്കി കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ തീ എല്ലാ ഭാഗത്തൊന്നും തട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെയാണ് ചുറ്റിച്ച് കൊടുക്കേണ്ടതെന്ന്. ഇതുപോലെ ഇങ്ങനെ വട്ടം കറക്കി കൊടുക്കുക. എന്നിട്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ തീ എല്ലായിടത്തും തട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ആദ്യം ഒരു 2-3 മിനിറ്റോളം വെച്ചിട്ട് പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഈ ചിക്കനും പിന്നെ ചോറെല്ലാം വേവിച്ചെടുക്കാൻ. അത് 45 മിനിറ്റാണ് വെക്കേണ്ടത്. 45 മിനിറ്റിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കേണ്ടത്. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചോറ് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ കറക്റ്റ് 45 മിനിറ്റാന്ന് വെച്ചാൽ എന്നിട്ട് തന്നെ ഇതാ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഹൈദരാബാദി ബിരിയാണി. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. അങ്ങനെ ഇതാ ചോറെല്ലാം റെഡിയായി. പിന്നെ ഞാൻ ചോറ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ചു തന്നാന്ന്. അങ്ങനെ നമ്മൾ പിന്നെ ചോറിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇന്ന് പോകാൻ വിചാരിച്ചത് നമ്മൾ ഖുർആനി പാർക്കിലാണ്. കുറേ നാളായി അടുത്തേക്ക് പോകണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇന്നാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഈ ഒരു പർദ്ദ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിന്, അപ്പോൾ അത് കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും. ഞാനിത് പെരുന്നാൾക്ക് എടുത്തതാണ്, ചെറിയ പെരുന്നാൾക്ക്. എന്നിട്ട് പിന്നെ അന്ന് ഞാൻ ഈ പർദ്ദ ഇട്ടിട്ടില്ല, എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ട് എടുത്തതാണ്. അപ്പോൾ പെരുന്നാൾക്ക് ഞാൻ ഗൗൺ എടുത്തിന്. പിന്നെ ഗൗണ് ഇട്ടാൽ പിന്നെ നമുക്ക് പർദ്ദൻ്റെ ആവശ്യമില്ലല്ലോ, ഫുൾ കവർ തന്നെയല്ലേ ഗൗണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ പർദ്ദ ഇട്ടിട്ടില്ല. എന്നിട്ട് ഞാനിതാ ഇന്നാണ് ഇടുന്നത് ആദ്യമായിട്ട്. നല്ല രസമുള്ള പർദ്ദയാണ്, നല്ല വർക്കാണ് ഇതിൻ്റെ. പിന്നെ ഈ ഗോൾഡ് കളറും ബ്ലാക്ക് ലൈറ്റ് വരുന്നതുകൊണ്ട് നല്ല ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഇന്നാണ് ഈ ഒരു പർദ്ദ ഇട്ടത്. അങ്ങനെ ഇതാ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നമ്മൾ ഇന്ന് രാത്രി ഫുഡ് പുറത്തുനിന്നല്ല കഴിക്കുന്നത്. ഞാൻ ഉച്ചക്ക് ബിരിയാണി കുറച്ചധികം തന്നെ വെച്ചിന്, ഹൈദരാബാദി ബിരിയാണി കുറച്ചധികം തന്നെ വെച്ചിന്. അങ്ങനെ പുറത്ത് പോയിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചത്. ഏതെങ്കിലും പാർക്കിലോ ബീച്ചിലോ അങ്ങനെ പോയിട്ട് ഇരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മക്കൾ പറഞ്ഞ് നമുക്ക് മുശ്രി പാർക്കിൽ പോകാമെന്ന്. അവിടുന്ന് കുറച്ച് കളിച്ചിട്ടെല്ലാം അങ്ങനെ കഴിക്കാമെന്ന് അങ്ങനെ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് ചോറ് നമ്മൾ അങ്ങനെ എടുക്കുക ചെയ്താൽ കേട്ടോ. പിന്നെ പാർക്കിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതാ പോകുന്ന നോക്കിയതിന് ചായയും പിന്നെ അതുപോലെ തന്നെ സമൂസയുമായിട്ട് അങ്ങനെ പുറത്തുനിന്ന് ചായ കുടിച്ച്. അങ്ങനെ ചായ കുടിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഖുർആനി പാർക്കിലേക്ക് പോയത്. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല സ്ഥലമായിട്ടാണ്, എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ നല്ലോണം ഇഷ്ടമായി. നമ്മൾ ഇതിന് മുമ്പേ ഇവിടെ പോയിന്, പക്ഷേ എങ്കിൽ കയറാൻ പറ്റിയിട്ടില്ല. എന്തോ ഒരു കാർഡ് വേണം, കാർഡ് കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് നമ്മളടുത്ത് അന്ന് കാർഡില്ലേനു. എന്നിട്ട് നമ്മൾ തിരിച്ച് വരെ ചെയ്തത്. അങ്ങനെ അതിന് ശേഷം പിന്നെ കുറേ നാളായി പോകണമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഇന്ന് നമ്മൾ ഇറങ്ങിയത്. നോക്കുമ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായി. പിന്നെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയാൽ എനിക്കിങ്ങനെ അതിനെ പറ്റിയിട്ട് പറയാനൊന്നും അറിയില്ല കേട്ടോ. പിന്നെ കുറച്ച് വീഡിയോസെല്ലാം എടുത്തിന്, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ഉള്ളിലെന്ന് വെച്ചാൽ പിന്നെ കാണാനുള്ളത് നമ്മൾ ഖുർആനിൽ പറഞ്ഞ മരങ്ങൾ അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ലിസ്റ്റ് കാണിച്ചിട്ട്, അപ്പോൾ അതിലുള്ള എല്ലാ മരങ്ങളും ഇവിടെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ കുറേ സമയം അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇതിലുള്ള എല്ലാ മരങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടുന്ന് കുറച്ച് നേരം പിന്നെ നമ്മൾ കറങ്ങിയിട്ട് ലാസ്റ്റ് നമ്മൾ മുശ്രി പാർക്കിൽ പോയി. പിന്നെ ആടുന്ന് മക്കൾ കുറച്ച് ഊഞ്ഞാലാടി, നമ്മൾ ഷട്ടിൽ ബാറ്റെല്ലാം കളിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ചോറും കഴിച്ചിട്ട് പിന്നെ നമ്മൾ റൂമിലേക്ക് മടങ്ങിയത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ച ആ ഒരു ഹൈദരാബാദി ബിരിയാണി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.
പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞാൻ ഈ കാണിക്കുന്ന സ്ഥലമെല്ലാം ഒന്ന് ഫുള്ളായിട്ട് നോക്കാം കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.